ഭഗവത്ഗീത വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവവേദാന്ത സാര സംഗ്രഹമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു സ്വതന്ത്ര കൃതിയല്ല, മഹാഭാരതത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള രണ്ട് ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. അതിൽ മഹാഭാരതം അതിലടങ്ങിയിരിക്കുന്ന വിജ്ഞാന സമ്പത്ത് കൊണ്ട് പഞ്ചമവേദം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതെഴുതിയ വേദവ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത് ക്വചിത്. ഇതിലുള്ളതേ ലോകത്തിൽ എവിടെയും ഉള്ളൂ, ഇതിലില്ലാത്തത് ലോകത്ത് എവിടെയും ഇല്ല. അമൂല്യങ്ങളായ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൽ ഭീഷ്മപർവത്തിൽ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായിട്ട് ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു. ശരിയായ ഒരു ഗുരുവിൽ നിന്ന് വിധിയാവണ്ണം പഠിച്ചാൽ കിട്ടുന്ന അറിവാണ് ഭഗവത്ഗീതയുടെ പ്രതിപാദ്യം. അറിവ് വേണ്ടാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഒരു വിദ്യാർത്ഥിക്ക് നല്ല വിദ്യാർത്ഥിയാവാൻ അറിവ് വേണം, ഒരു വീട്ടമ്മയ്ക്ക് നല്ല വീട്ടമ്മയാവാൻ അറിവ് വേണം, ഒരു ഉദ്യോഗസ്ഥന് നല്ല ഉദ്യോഗസ്ഥനാവാൻ അറിവ് വേണം, ഒരു വൃദ്ധന് വാർദ്ധക്യം നന്നായി സമാധാനത്തോടെ ചെലവഴിക്കാനും അറിവ് വേണം. ഈ അറിവാണ് ഉപനിഷത്ത് സാരമായിട്ടുള്ള ഗീതയുടെ വിഷയം. ശ്രീകൃഷ്ണാർജുന സംവാദമാണ് ഗീത. മഹാഭാരത യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗീത ഉപദേശിക്കപ്പെടുന്നത്. ഭരതവംശത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡവും. ധൃതരാഷ്ട്രർ ജന്മന അന്ധനായിരുന്നു. ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ, പാണ്ഡുവിന് 5 പുത്രന്മാർ. ധൃതരാഷ്ട്രപുത്രന്മാർ കൗരവരും പാണ്ഡുവിൻ്റെ പുത്രന്മാർ പാണ്ഡവരും. കൗരവർ തുടക്കം മുതലേ പാണ്ഡവരോട് മത്സരബുദ്ധി വെച്ച് പുലർത്തുന്നവരായിരുന്നു. കുട്ടികൾ വളർന്നു വരുന്തോറും ഈ മത്സരബുദ്ധിയും വളർന്നു വന്നു. അവസാനം അത് യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചു. ദുര്യോധനൻ്റെ കുതന്ത്രങ്ങൾ കൊണ്ട് പാണ്ഡവർക്ക് രാജ്യം നഷ്ടമായി. മുതിർന്നവരുടെ വാക്കുകളൊന്നും ദുർബുദ്ധിയായ ദുര്യോധനൻ ചെവിക്കൊണ്ടില്ല. എന്തിനേറെ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൂത് പോലും പരാജയപ്പെട്ടു. യുദ്ധം ആസന്നമായിരിക്കുന്നു. ഇവിടെയാണ് ഭഗവത്ഗീത സമാരംഭിക്കുന്നത്. 1-ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം. ആ അധ്യായം ആരംഭിക്കുന്നത് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഒരു ചോദ്യത്തോടെയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ, ആ കുരുക്ഷേത്രത്തിൽ എൻ്റെ മക്കളും പാണ്ഡവരും എന്താണ് ചെയ്തത്? പറഞ്ഞു തരൂ. സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ വിശ്വസ്ത മിത്രമാണ്. യുദ്ധക്കളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ടറിയാനുള്ള ഒരു ശക്തി വേദവ്യാസൻ സഞ്ജയന് കൊടുത്തിട്ടുണ്ട്. സഞ്ജയൻ്റെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഇനിയുള്ള എല്ലാ സംഭവങ്ങളും അറിയാൻ പോകുന്നത്. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, യുദ്ധം ഇപ്പോൾ തുടങ്ങും. 2 വശത്തും സൈന്യങ്ങൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ദുര്യോധനൻ ആ സമയത്ത് പേടിച്ചരണ്ട ഒരു കുട്ടിയെ പോലെ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ആചാര്യനോട് പറയും, പാണ്ഡവ സൈന്യത്തിൽ നിരന്ന് നിൽക്കുന്ന മഹാരഥന്മാരെ കാണുന്നുണ്ടോ? ഓരോരുത്തരെയായിട്ട് ദുര്യോധനൻ പരിചയപ്പെടുത്തും. എന്നിട്ട് തൻ്റെ സൈന്യത്തിലുള്ള ഓരോരുത്തരെയായിട്ട് ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ദ്രോണാചാര്യർക്ക് ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. എന്തുകൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങനെ ചെയ്യുന്നത്? ദുര്യോധനൻ്റെ ഉള്ളിൽ അധർമ്മിയായതുകൊണ്ട് തൻ്റെ ദുഷ്കൃതങ്ങളെയെല്ലാം ഓർത്ത് ഭയമുണ്ട്. ഉദ്ദേശശുദ്ധി ഇല്ലാത്തവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാവും.
പാണ്ഡവ സൈന്യത്തെ അപേക്ഷിച്ച് കൗരവ സൈന്യമാണ് എണ്ണത്തിൽ കൂടുതൽ. പക്ഷേ ഉള്ളം മലിനമാണെങ്കിൽ എത്ര സഹായികളുണ്ടായാലും അന്ധക്കരണത്തിൽ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ദുര്യോധനൻ ആജ്ഞാപിക്കുകയാണ് സൈന്യത്തോട്, എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിൽക്കുവിൻ, ഭീഷ്മരെ എല്ലാവരും കാത്തുരക്ഷിക്കുവിൻ. ദുര്യോധനൻ്റെ സന്തോഷമാവട്ടെ, അവൻ്റെ ഈ ജൽപ്പനങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ എന്ന് കരുതി ഭീഷ്മർ സിംഹനാദം പുറപ്പെടുവിച്ചുകൊണ്ട് തൻ്റെ ശംഖ് വിളിച്ചു. തുടർന്ന് കൗരവപക്ഷത്തുള്ള എല്ലാവരും വാദ്യങ്ങൾ മുഴക്കി. അവിടെ ഒരു കോലാഹലം. ശ്രദ്ധിക്കുക, യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് കൗരവപക്ഷത്തു നിന്നാണ്. പിന്നീട് തൻ്റെ മഹത്തായിട്ടുള്ള വെള്ളത്തേരിൽ 5 കുതിരകളെ പൂട്ടിയ ആ വെള്ളത്തേരിൽ ഭഗവാൻ ഇരുന്നു കൊണ്ട് തൻ്റെ ശംഖ് പാഞ്ചജന്യം മുഴക്കി. തുടർന്ന് അർജുനൻ്റെ ശംഖ്, തുടർന്ന് എല്ലാ പാണ്ഡവ സൈന്യത്തിലെ എല്ലാവരും അവരവരുടെ വാദ്യങ്ങൾ മുഴക്കി. ഇനി ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ആ സമയത്ത് അർജുനൻ തൻ്റെ തേരാളിയായ ശ്രീകൃഷ്ണനോട് പറയുന്നു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. 2 സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് എൻ്റെ സൈന്യം കൊണ്ടേ നിർത്തൂ കൃഷ്ണ. അനുസരണയുള്ള ഒരു തേരാളിയെ പോലെ ഭഗവാൻ അർജുനൻ്റെ തേര് 2 സൈന്യങ്ങളുടെയും ഒത്ത നടുവിലായിക്കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ യുദ്ധത്തിന് സന്നദ്ധരായിട്ട് നിൽക്കുന്നവരെ കണ്ടുകൊള്ളൂ. അർജുനൻ നോക്കി, അർജുനൻ കണ്ടു, അർജുനൻ പരിഭ്രമിച്ചു. ഭഗവാനോട് പറഞ്ഞു, ആരോടൊക്കെയാണ് ഞാൻ ഈ യുദ്ധം ചെയ്യേണ്ടത്? എൻ്റെ തന്നെ സ്വജനങ്ങളോട്, എൻ്റെ പിതാമഹനോട്, എൻ്റെ ഗുരുക്കന്മാരോട്, എൻ്റെ മിത്രങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട്. വയ്യ കൃഷ്ണ, ഇവരോടൊന്നും യുദ്ധം ചെയ്യാൻ എനിക്ക് വയ്യ. എൻ്റെ ശരീരം തളരുന്നു, എൻ്റെ തൊണ്ട വരളുന്നു, ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. എനിക്ക് ഈ തേർത്തട്ടിൽ നിൽക്കാൻ പോലും കെൽപ്പില്ല കൃഷ്ണ. ഇവരെ കൊന്നിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നത്? നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗ ജീവിതേനവ. ഇവരെ കൊന്നിട്ട് എനിക്ക് ജയം വേണ്ട, രാജ്യം വേണ്ട, ഒരു സുഖഭോഗങ്ങളും വേണ്ട. ആർക്ക് വേണ്ടിയാണ്, ആരുടെ സുസ്ഥിതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത്? അവരെല്ലാവരും ഈ യുദ്ധത്തിൽ മരിക്കും, അവരെല്ലാം ഞാൻ കൊല്ലേണ്ടി വരും. അയ്യോ, ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യാൻ എനിക്കാവില്ല. ഇവർക്ക്, ഈ ദുരാഗ്രഹികളായിട്ടുള്ള കൗരവന്മാർക്ക് രാജ്യമോഹം നിമിത്തം വിവേകം നശിച്ചിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് വിവേകമുണ്ടല്ലോ കൃഷ്ണ, അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. രക്തം പുരണ്ട ഈ ഭോഗങ്ങളൊന്നും എനിക്ക് അനുഭവിക്കേണ്ട. എത്ര വലിയ മഹാപാപമാണ് ഈ യുദ്ധം കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുലം നശിക്കും, കുലം നശിച്ചാൽ കുലധർമ്മം നശിക്കും, കുലധർമ്മം നശിച്ചാൽ കുലസ്ത്രീകൾ നശിക്കും. പിതൃക്കളെല്ലാവരും ഉദകക്രിയ ചെയ്യാൻ പോലും ആരുമില്ലാതെ നരകത്തിൽ പതിക്കും എന്ന് കേട്ടിട്ടുണ്ട്. വയ്യ കൃഷ്ണ, ഇവരോട് എതിരാൻ എനിക്ക് വയ്യ. നിരായുധനായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ നിരായുധനായ എന്നെ ഇവർ കൊന്നാലും കൊല്ലട്ടെ, എനിക്കതിൽ ബുദ്ധിമുട്ടില്ല, സങ്കടമില്ല, യാതൊരു വിഷമവും ഇല്ല. എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് തളർന്ന് അർജുനൻ തേർത്തട്ടിൽ ഇരിപ്പായി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിസ്സാരക്കാരനാണോ അർജുനൻ? ഇന്ദ്രപുത്രൻ, വില്ലാളി വീരൻ, ദ്രോണാചാര്യരുടെ അരുമ ശിഷ്യൻ. എന്നിട്ടും
12 കൊല്ലത്തെ വനവാസകാലത്തും 1 കൊല്ലത്തെ അജ്ഞാതവാസകാലത്തും ചിന്തിച്ചുറപ്പിച്ച് നിശ്ചയിച്ച കാര്യം പ്രാവർത്തികമാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നു, തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടാണിത്? സ്വജനങ്ങളോടാണ് ഞാൻ എതിരിടേണ്ടത് എന്ന ചിന്തയാണ് ഈ അവസാന നിമിഷം അർജുനനെ ദുർബലനാക്കിയത്. ആലോചിക്കൂ, സ്വജനങ്ങൾ തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാകുമോ? സ്വജനങ്ങൾ അധർമ്മം ചെയ്താൽ അധർമ്മമല്ലാതാകുമോ? അർജുനൻ ഒരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്, നമ്മളുടെയൊക്കെ പ്രതിനിധിയാണ് അർജുനൻ. കാരണം ഒരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുമ്പോൾ ചെയ്യാനുള്ള ന്യായീകരണങ്ങൾ നമ്മളെല്ലാവരും കണ്ടെത്തും. ചെയ്യരുത് എന്ന് തീരുമാനിക്കുമ്പോൾ ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണങ്ങളും കണ്ടെത്തും. ഇവിടെ അർജുനനും അത് തന്നെയാണ് ചെയ്യുന്നത്. യുദ്ധം ചെയ്യണം എന്ന് തീരുമാനിച്ചപ്പോൾ യുദ്ധം ചെയ്യാനുള്ള കാരണങ്ങൾ നിരത്തിവെച്ചു. അവനതിൻ്റെ ഉള്ളിൽ തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലും. യുദ്ധം ചെയ്യരുത് എന്ന തീരുമാനത്തിലെത്തിയപ്പോൾ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നു. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ് എന്ന് അറിയണം. യുദ്ധം ഓരോരുത്തരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. സംഘർഷമാണിത്, ഉള്ളിലും പുറത്തും നടക്കുന്ന സംഘർഷം. ഇത്രയും വാക്കുകൾ അർജുനൻ്റെ മുഖത്ത് നിന്ന് ശ്രവിച്ചിട്ടും ഭഗവാൻ യാതൊന്നും സംസാരിക്കാതെ ക്ഷമയുള്ള ഒരു ശ്രോതാവായിട്ട് അവിടെ നിലകൊണ്ടു. തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദയോഗം ഉപസംഹരിക്കുകയാണ്.